DCB മീഡിയയിലേക്ക് സ്വാഗതം. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അറിയാതെ പോയാൽ നിങ്ങളിൽ നിന്നും അമിതമായ തുക ബാങ്ക് ഈടാക്കുകയോ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയോ ചെയ്യാം. വീഡിയോ അവസാനം വരെ കാണുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്, ഈ മെയ് മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ, അതിൽ മിക്കവാറും മെയ് 31-ന് വളരെയധികം ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് 436 രൂപയോ 20 രൂപയോ അല്ലെങ്കിൽ 456 രൂപയോ ഡെബിറ്റ് ആയതിന്റെ മെസ്സേജുകൾ എത്തുന്നതാണ്. പലരും ഇത് ബാങ്കിന്റെ സർവീസ് ചാർജുകളാണെന്ന് കരുതും. എന്നാൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതികളുടെ ഭാഗമായി ഓട്ടോ ഡെബിറ്റ് ആകുന്നതാണ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന അഥവാ PMJJBY എന്ന 2 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രീമിയമാണ് 436 രൂപ. ചിലർ ഇത് സ്വമേധയാ ചേരുമ്പോൾ ഭൂരിഭാഗം പേരും ബാങ്ക് ശാഖകൾ സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക് നൽകിയിരിക്കുന്ന ടാർഗറ്റ് പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ അഭ്യർത്ഥന പ്രകാരമായിരിക്കും ഭൂരിഭാഗം പേരും ചേരുക. പ്രത്യേകിച്ച് ബാങ്കുകളിൽ സ്വർണ്ണ പണയത്തിനും മറ്റും പോകുമ്പോൾ ഈ ഇൻഷുറൻസിന് പ്രിന്റഡ് പോളിസി ഫോം ഒന്നും ലഭിക്കില്ല. ജൂൺ 1 മുതൽ മെയ് 31 വരെയുള്ള ഒരു വർഷത്തെ പ്രീമിയമാണ് എടുക്കുന്നത്. നമ്മുടെ കൺസെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷത്തിലും മെയ് മാസത്തിൽ പ്രീമിയം തുക ഓട്ടോ ഡെബിറ്റായി അക്കൗണ്ടിൽ നിന്ന് പോകും. ഇനി മെയ് മാസത്തിൽ ഈ പ്രീമിയം തുക എടുക്കുന്നതിനുള്ള ബാലൻസ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് ക്യാൻസൽ ആയി പോകും. വീണ്ടും തുടരണമെങ്കിൽ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ വീണ്ടും പറഞ്ഞു ചേരണം. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചേരാം. ഏത് തരത്തിലുള്ള മരണം സംഭവിച്ചാലും അവകാശികൾക്ക് 2 ലക്ഷം രൂപ ലഭിക്കും. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ഇൻഷുറൻസ് ആണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. 20 രൂപയാണ് ഒരു വർഷത്തെ പ്രീമിയം. അപകട മരണം സംഭവിച്ചാൽ മാത്രം 2 ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണിത്. ഈ 2 പദ്ധതിയിലുമുള്ളവരുടെ അക്കൗണ്ടിൽ നിന്നും 456 രൂപയും ഒരു പദ്ധതിയിൽ മാത്രമുള്ളവരുടെ അക്കൗണ്ടിൽ നിന്നും 436 രൂപയോ 20 രൂപയോ മെയ് 31-നുള്ളിൽ ഓട്ടോ ഡെബിറ്റ് ആകുന്നതാണ്. അടുത്ത അറിയിപ്പ്, ബാങ്ക് തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായി മിക്ക ബാങ്കുകളും അക്കൗണ്ട് ഉടമകൾ നിശ്ചിത വർഷം കഴിയുമ്പോൾ KYC അപ്ഡേഷൻ നടത്തേണ്ടത് കർശനമാക്കുകയാണ്. മെയ് 31-നകം KYC പ്രക്രിയ പൂർത്തിയാക്കാത്തതും കഴിഞ്ഞ 3 വർഷമായി യാതൊരു പ്രവർത്തനമില്ലാത്തതും ബാലൻസ് ഇല്ലാത്തതുമായ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുമെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിരിക്കുകയാണ്. മെയ് 31-ന് ശേഷം അക്കൗണ്ട് ഉടമകൾക്ക് കൂടുതൽ അറിയിപ്പ് നൽകില്ല. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് തടയുവാൻ നിങ്ങൾക്ക് KYC അപ്ഡേഷൻ അറിയിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ 31-നകം നൽകുക. ഇനി നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്താലും ആവശ്യമായ KYC രേഖകൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും സജീവമാക്കാം. ബാങ്കുകൾ KYC അപ്ഡേഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ബ്രാഞ്ചിൽ ചെന്ന് അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം വരുമ്പോഴോ പോകുമ്പോഴോ നമ്മുടെ ബാങ്കിൽ നിന്നും SMS വരാറുണ്ട്. അത് 1 രൂപയുടെ ഇടപാടാണെങ്കിൽ പോലും ഉപഭോക്താവിന് SMS ലഭിച്ചിരിക്കും. എന്നാൽ ഇനി ചെറിയ ഇടപാടുകൾക്ക് മെസ്സേജ് നൽകേണ്ട എന്ന രീതിയിലേക്ക് എത്തുകയാണ് ബാങ്കുകൾ. സ്വകാര്യ ബാങ്കായ HDFC ബാങ്കാണ് എല്ലാ ഇടപാടുകൾക്കും ഇനി മെസ്സേജ് നൽകേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. HDFC ബാങ്ക് ഉപഭോക്താക്കൾക്ക് നൽകിയ സന്ദേശമനുസരിച്ച് കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകൾക്കുള്ള അറിയിപ്പുകളാകും ഒഴിവാക്കുക. ബാങ്ക് അയച്ച വിവരമനുസരിച്ച് ജൂൺ 25 മുതൽ 100 രൂപയിൽ താഴെ അക്കൗണ്ടുകളിൽ നിന്ന് പോവുകയാണെങ്കിൽ ഇനി SMS അലേർട്ട് ലഭിക്കില്ല. അതുപോലെ 500 രൂപ അക്കൗണ്ടിലേക്ക് എത്തുകയാണെങ്കിലും ക്രെഡിറ്റ് അലേർട്ടുകൾ ലഭിക്കില്ല. അതേസമയം എല്ലാ ഇടപാടുകൾക്കും ഇമെയിൽ അലേർട്ടുകൾ ലഭ്യമാകും. അതുകൊണ്ട് തന്നെ അക്കൗണ്ടുകളിലെ എല്ലാ ഇടപാടുകൾക്കും അലേർട്ടുകൾ ലഭിക്കുന്നതിന് എല്ലാ ഉപഭോക്താക്കളോടും അവരുടെ മെയിൽ ID അപ്ഡേറ്റ് ചെയ്യുവാൻ ബാങ്ക് ആവശ്യപ്പെടുന്നുണ്ട്. UPI കൂടുതൽ ജനകീയമായതോടെയാണ് ചെറിയ തുകകൾ വരെ, അതായത് 100 രൂപയിൽ കുറവുള്ള തുകയുടെ ഇടപാടുകൾ വർദ്ധിച്ചത്. മറ്റ് ബാങ്കുകളും ഇത് പിന്തുടരാനാണ് സാധ്യത. അടുത്ത അറിയിപ്പ്, നമ്മൾ പലപ്പോഴും എടുക്കുന്ന വായ്പകൾ കാലാവധി തീരുന്നതിന് മുൻപേ അടച്ചു തീർക്കാറുണ്ട്. ഇങ്ങനെ വായ്പ അടച്ചു തീർക്കുന്നതിന് പ്രീ ക്ലോഷർ ചാർജായി ഈടാക്കിയ തുക പലിശ സഹിതം തിരികെ നൽകണമെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ്. കാർ വാങ്ങുന്നതിനായി 2017-ൽ അടൂർ HDFC ശാഖയിൽ നിന്ന് ഷിബു 33,36,000 രൂപ ഓട്ടോ പ്രീമിയം ലോൺ എടുത്തിരുന്നു. പ്രതിമാസം 52,514 രൂപ പ്രകാരം 92 തവണകളായിട്ടാണ് തിരിച്ചടവ് നിശ്ചയിച്ചിരുന്നത്. അടുത്ത വർഷം വരെ തിരിച്ചടവ് കാലാവധി ഉണ്ടായിരുന്നപ്പോൾ 2023-ൽ ഷിബു ശേഷിച്ച തുകയും പലിശയും സഹിതം 21,53,247 രൂപ അടച്ച് വായ്പ തീർത്തു. കൂടുതൽ തുക ഈടാക്കിയെന്ന് സംശയം തോന്നിയ ഷിബു ബാങ്കിൽ ചെന്നപ്പോൾ 73,295 രൂപ പ്രീ ക്ലോഷർ ചാർജ് ഈടാക്കിയെന്ന് വ്യക്തമായി. ഇതിനെതിരെയാണ് ഷിബു ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത്. പരാതിക്കാരന്റെയും എതിർകക്ഷിയായ ബാങ്കിന്റെയും വാദങ്ങൾ കേട്ട കമ്മീഷൻ റിസർവ് ബാങ്കിന്റെ
മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ബാങ്ക് പ്രീ ക്ലോഷർ ചാർജ് ഈടാക്കിയതെന്ന് കണ്ടെത്തി. തുടർന്ന് നിയമവിരുദ്ധമായി ഈടാക്കിയ 73,295 രൂപയും 10,000 രൂപ നഷ്ടപരിഹാരവും 5,000 രൂപ കോടതി ചിലവും ചേർത്ത് 88,925 രൂപ ഷിബുവിന് HDFC ബാങ്ക് നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വിവിധ ബാങ്കുകളിൽ നിന്ന് നേരിടുമ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.